പണികളൊക്കെ നേരത്തെ കഴിഞ്ഞു. ഇനിയിപ്പോൾ തിരുമ്പി കുളിച്ചതിൻ്റെ മുന്നേ ഇപ്പം എന്താ ചെയ്യുക? കുറച്ച് സമയം കൂടിയും ബാക്കിയുണ്ട്. ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മൾ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് ആണ് കേട്ടോ. ക്ലീനിങ് പറയുമ്പോഴേ നമ്മളെ കബോർഡില്ലേ, കബോർഡിൻ്റെ ഉള്ളിലുള്ള പാത്രങ്ങളും കുപ്പികളൊക്കെ ഒന്ന് പുറത്തേക്ക് വലിച്ചിട്ടിട്ട് കബോർഡൊക്കെ തുടച്ച് ആ പാത്രങ്ങളും ആ കുപ്പികളൊക്കെ ഒന്ന് നല്ല വൃത്തിയായി തുടച്ച് ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാൻ പോവാം കേട്ടോ. ഞാനിങ്ങനെയാണ് ഓരോ ഭാഗങ്ങളായിട്ട് ഓരോ ദിവസം ഇങ്ങനെ ക്ലീൻ ചെയ്യും കേട്ടോ. ഒഴിവിട്ടുമ്പോഴൊക്കെ കൂടുതൽ നമുക്കധികം പണിയൊന്നുമില്ല. നമ്മൾ ചോറും കൂട്ടാനും ഇതൊക്കെ നേരത്തായിട്ട് സമയമൊക്കെ ബാക്കിയുണ്ട്. എന്താ അറിയോ, നമുക്ക് നനച്ചുളിയുടെയൊക്കെ സമയത്തേ, അതായത് നോമ്പിന് നനച്ചുളിയുടെയൊക്കെ സമയത്ത് നമുക്ക് ഭയങ്കര സുഖമായിരിക്കും. പിന്നെ ഒന്ന് ചെറുതായി പൊടി തട്ടിപ്പോയാൽ മതിയും, അല്ലെങ്കിൽ നമ്മൾ ഒന്നായിട്ട് എടുക്കുമ്പോൾ ആകെ കുഴങ്ങും കേട്ടോ. അപ്പം നമ്മളൊക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് കാണണ്ടേ, ഞാൻ ഒക്കെ ഓരോന്നോരോന്നിട്ട് തുറന്നിട്ട് കാട്ടിത്തരാം കേട്ടോ. കണ്ടോ, ഒക്കെ നേരെ വൃത്തിയായി തുടച്ചിട്ട് ഒക്കെ അതിൻ്റെ സ്ഥാനത്ത് തന്നെ നേരെ അടുക്കി വെച്ചു. ഇനി നമുക്ക് സുഖമാണ്, നനച്ചുള്ളിയുടെ സമയത്ത് ഇതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നായിട്ട് കടന്ന് നമ്മൾ ചത്ത് പണിയെടുക്കും വേണ്ട. ഇത് ലാസ്റ്റ് നമ്മൾ ആ കുപ്പികളൊക്കെ അതിൽ വേറെ ഒഴിഞ്ഞ് കടന്നിരുന്ന കുപ്പികളൊക്കെ ഒന്ന് കഴുകി അത് നേരെ വൃത്തിയായി കഴുകി വെള്ളം തോരാൻ വെച്ചത്.